സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. വാർത്താമാധ്യമങ്ങളിൽ നിന്നും നിങ്ങൾ അക്കാര്യം വായിച്ചിരിക്കാം. പക്ഷേ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു തുറമുഖമായി മാറിയ ഈ വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകുന്ന അത്ഭുതകരമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. അത് കേരളത്തിൽ മുഴുവൻ അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടാകും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ സ്ഥല വിലകൾ വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ അവിടെയുള്ള കെട്ടിടങ്ങൾക്ക് നല്ല ഡിമാൻഡും വരാം. നിരവധി ജീവനക്കാർ ഇവിടേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഇത് ഏകദേശം സജ്ജമായി കഴിഞ്ഞു തുറമുഖം. പലർക്കും സംശയമുണ്ടായിരുന്നു, ഇത് നടക്കുമോ. അതുകൊണ്ട് തന്നെ പല ആളുകളും അവിടെ മടിച്ച് നിന്നപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ടറിയുന്ന പല ആളുകളും മുൻകൂട്ടി തന്നെ അവിടെ വസ്തു വാങ്ങി സ്വന്തം പേരിൽ ആക്കി കഴിഞ്ഞു. ഇപ്പോൾ വസ്തുവിന് പൊന്നും വിലയായി മാറുകയാണ് വിഴിഞ്ഞത്തും പരിസരത്തും. പക്ഷേ ഇതിൻ്റെ അനുസരണം മറ്റ് ജില്ലയിലെ മറ്റ് പല ഭാഗത്തും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ മാത്രമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തൊട്ട് സമീപ പ്രദേശങ്ങളിൽ മാത്രമായിരിക്കില്ല ആളുകൾ ഇത് താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. ജീവനക്കാരാകട്ടെ, വരുന്ന ഷിപ്പിൽ നിന്നും വരുന്നവർക്ക് താമസിക്കാനുള്ള താൽക്കാലിക ഷെൽട്ടറുകൾ ആകട്ടെ, അങ്ങനെ നിരവധി ഡിമാൻഡ് അത് പ്രോപ്പർട്ടിയുടെ പേരിലും ബിൽഡിങ്ങിൻ്റെ പേരിലും വിഴിഞ്ഞത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ ഇത് അറിഞ്ഞ് വാങ്ങിയിട്ടവരൊക്കെ ഇപ്പം കോടീശ്വരന്മാരാകുന്ന സ്ഥിതിയാണ്. കാരണം അവരുടെയൊക്കെ വിലകൾ 4 ഇരട്ടി, 5 ഇരട്ടി, 6 ഇരട്ടി വരെയായി വർദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിനും കിട്ടാത്ത സ്ഥിതി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ വസ്തുത. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആർക്കെങ്കിലും സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ അവരാരും തന്നെ ഉടനെയൊന്നും ഇത് അത്യാവശ്യം പൈസയ്ക്ക് ആവശ്യമില്ലെന്നെങ്കിൽ കൈമാറാതിരിക്കുക. കാരണം നിങ്ങളുടെ വസ്തുവിന് വൻ ഡിമാൻഡ് ഉടനടി ഉണ്ടാവാനുള്ള സാധ്യത 100%. കാരണം ഏറ്റവും വലിയ ഒരു പോർട്ടാണ് അവിടെ വരുന്നത്, അദാനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വികസനം സാധ്യമാകും. കാരണം ആ പിന്തുണ കൊടുക്കുന്ന കേന്ദ്ര സർക്കാരും അതിനനുസരിച്ച് തന്നെ ആവശ്യമായ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗം ഇപ്പോൾ തന്നെ 2 ഷിപ്പുകൾ കണ്ടെയ്നറുകളുമായി എത്തിക്കഴിഞ്ഞു. കാരണം വലിയ ഷിപ്പുകൾക്ക് വരാൻ ഏറ്റവും എളുപ്പത്തിൽ കരയിൽ അടുക്കാൻ കഴിയുന്ന ഒരു പോർട്ടാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത്. ആ പോർട്ടിലത്തേക്ക് ആളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവരുടെ ജീവനക്കാരുടെ എണ്ണവും നാൾക്ക് നാൾ അവിടെ വർദ്ധിച്ചേ പറ്റൂ. ഒരു പോർട്ടിലേക്ക് ആവശ്യമുള്ള ജീവനക്കാർ വരുന്നു, ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നു, ലോജിസ്റ്റിക് ഏരിയയിൽ വർധനവ് വരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ഇതനുസരിച്ച് വർധനവ് വരും. ഏകദേശം കഴക്കൂട്ടത്ത് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം പ്രദേശങ്ങൾ തുടങ്ങി വിഴിഞ്ഞം വരെ ഇപ്പോൾ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി വർദ്ധിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്തൊക്കെ തന്നെ സ്ഥലവിലയിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞു. ഇനി അത് തുടരും. അത് ചെറിയ തോതിലൊന്നുമല്ല, വലിയ തോതിൽ തന്നെ ആ മാറ്റം സംഭവിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. വസ്തു ഉള്ളവർ കൊടുക്കാൻ അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ വർധനവ് നിങ്ങൾക്ക് ഗുണപ്രദമാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഈ എപ്പിസോഡ് നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി ചെയ്തത്. നന്ദി.